നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് റെസ്റ്റ് API എന്നതിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നു. കുറേ പേര് കമന്റ്സ് ഒക്കെ അയച്ചു. താങ്ക് യു. ദെൻ നമ്മൾ ആ റെസ്റ്റ് API വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലട്ടറിൽ ഒരു റെസ്റ്റ്ഫുൾ API ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ API ഹാൻഡ്ലിംഗ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു വെതർ ആപ്പാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു പബ്ലിക് API ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ആ API ഹാൻഡിൽ ചെയ്യാം എന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് API ഹാൻഡ്ലിംഗ് എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ സ്റ്റേറ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്, നമ്മൾ പ്രൊവൈഡറാണ് ഉപയോഗിക്കുന്നത്. പ്രൊവൈഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റേറ്റ് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾക്ക് വർത്ത് വാച്ചിങ് ആയിരിക്കും. കാരണം നമ്മൾ ഇതുവരെ യൂട്യൂബിൽ നമ്മൾ കുറേ വെതർ ആപ്പൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് പ്രൊവൈഡർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് UI സ്ക്രീൻസ് നമ്മൾ ഫിഗ്മയിൽ ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊന്ന് പ്ലേ ചെയ്യാം എന്താണെന്നുള്ളത്. ഓക്കെ, അതിൽ ഇനീഷ്യലി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മളുടെ കറണ്ട്, അതായത് യൂസറുടെ കറണ്ട് ലൊക്കേഷൻ പിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ലൊക്കേഷൻ പിക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് യുവർ ഫസ്റ്റ് സ്ക്രീൻ. നമ്മൾ ആപ്പ് ലോഡായി വരുമ്പോൾ നമുക്ക് പിക്ക് ചെയ്യുന്നത് നമ്മളുടെ എക്സാക്ട് ലൊക്കേഷൻ പിക്ക് ചെയ്യും. ദെൻ ഡേറ്റ് ആൻഡ് ടൈം, അതല്ലെങ്കിൽ ഇവിടെ യു ക്യാൻ ഷോ സം മെസ്സേജസ്. ദെൻ ഇപ്പോൾ കാണുന്നത് എന്താണ്, നിങ്ങളുടെ കറണ്ട് നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തത് ആ ലൊക്കേഷൻ പിക്ക് ചെയ്തിട്ട് അവിടുത്തെ കറണ്ട് വെതറാണ് നമുക്ക് കാണുന്നത്. ആൻഡ് ഇതൊരു ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലൊക്കേഷൻ പിക്ക് ചെയ്യാനുള്ള പാക്കേജ് ഉപയോഗിച്ച് നമ്മൾ ലൊക്കേഷൻ പിക്ക് ചെയ്യുന്നു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ലൊക്കേഷനിലെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കറണ്ട് വെതർ പിക്ക് ചെയ്യും. ദെൻ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തെ വെതർ പിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരു സിറ്റി നെയിം എൻ്റർ ചെയ്യാം. ദെൻ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ സിറ്റിയിലെ വെതർ എന്ത് ചെയ്യണം, പിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ലോഡിങ് അനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ സം സെക്കൻഡ്സ്, അല്ലെങ്കിൽ നമുക്ക് ആ ഡാറ്റ ഫെച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ കറണ്ട് സിറ്റിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത സിറ്റിയിലുള്ള വെതർ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരണം. അപ്പോൾ ഇതിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെതർ നമുക്ക് ഈ ഡാറ്റ ഒക്കെ മാറും. അതായത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ദെൻ ഇതിലിവിടെ കാണിക്കുന്ന ഇമേജ്, ആൻഡ് ഒബ്വിയസ്ലി ഇത് വാല്യൂസ്, ഇതൊക്കെ ചേഞ്ച് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിൻലി രണ്ട് എൻ പോയിന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എൻ പോയിന്റ് എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ റൗട്ട് എന്താണ്, എൻ പോയിന്റ് എന്താണ്, അതൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ പറഞ്ഞതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതിന് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അത് കാണുക. ദെൻ ഇതിനകത്ത് രണ്ട് എൻ പോയിന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ബേസ്ഡ് ഓൺ ദിസ് ലാറ്റ് ലാങ് വാല്യൂ, പിന്നെ ഒന്നുള്ളത് സിറ്റി നെയിം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ വാല്യൂ പിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആ ഓപ്പൺ വെതറിനകത്ത് നിങ്ങൾക്ക് API കീ വേണം. അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടുന്നത്, ഒരു പബ്ലിക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പബ്ലിക് API ആണ്. നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് API കീ കിട്ടും. എവറി റിക്വസ്റ്റ്, എല്ലാ റിക്വസ്റ്റിൻ്റെ കൂടെ നിങ്ങൾ ആ API കീ അറ്റാച്ച് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് വെതർ ഡാറ്റ കിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്ക് അധികം സമയം കളയാതെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, കാരണം ഈ UI ബിൽഡ് ചെയ്യണം. ഞാൻ ഈ UI ബിൽഡ് ചെയ്യുന്ന ഇതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും UI ബിൽഡ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ബിൽഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് ഇതൊക്കെ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫുൾ സ്ക്രീനിൽ എങ്ങനെയാണ് ഇത് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, എനിവേ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റിനെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനൊരു പുതിയ ഫ്ലട്ടർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന പോലെ പുതിയൊരു ഫ്ലട്ടർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ അതിനകത്ത് 3 പ്ലാറ്റ്ഫോംസ് ആണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്: ആൻഡ്രോയിഡ്, iOS, വെബ്. ഓക്കെ, സോ ഇതിൽ LIB ഫോൾഡർ ഞാൻ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പുതിയ കുറച്ച് ഫോൾഡേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഡാറ്റ എന്നുള്ള ഫോൾഡറാണ്, ദെൻ മോഡൽസ് എന്നുള്ള ഫോൾഡർ ഉണ്ട്, സ്ക്രീൻസ് എന്നുള്ള ഫോൾഡർ ഉണ്ട്, സീക്രട്സ് എന്നുള്ള ഫോൾഡർ ഉണ്ട്, ബിക്കോസ് വി ഹാവ് സം API keys. Then services എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഫോൾഡർ, and most often we are going to put our provider files here. Okay, then I just created an asset folder, and inside that asset folder I have fonts. I just use some custom fonts. Then images ഉണ്ട്. I have lot of images because നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജും അതിലെ വെതർ കണ്ടീഷൻ അനുസരിച്ചുള്ള ഇമേജസ് ഒക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇമേജസ് ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ JSON, വി നീഡ് ടു ഷോ സം ലോട്ടി അനിമേഷൻസ്, ലൈക്ക് ആ ഒരു നമ്മളുടെ ഈ
ഫിഗ്മ ഫയലിലുള്ള പോലെ ഒരു പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ ഐക്കണൊക്കെ കാണിക്കാതെ നിങ്ങൾക്ക് ജേസൺ ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ നമുക്ക് കുറെ അസറ്റ്സ് ഉള്ളതുകൊണ്ട് അതെന്ത് ചെയ്യണം, പബ്സ്പെക്കിൽ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഞാൻ എൻ്റെ പബ്സ്പെക് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്, അൺവാണ്ടഡ് കമന്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ ഐ ഹാവ് അസറ്റ് സെക്ഷൻ ഉണ്ട്, അതിനകത്ത് ഓൾ ദ ഫോൾഡേഴ്സ് അത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ എൻ്റെ ഫോണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദിസ് ഗോ ആൻഡ് പബ് ഗെറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഫ് എവറിത്തിങ് ഇസ് ഓക്കെ യു വിൽ ഗെറ്റ് ആൻ എക്സിറ്റ് കോഡ് 0. Okay, if you have made any mistakes and please correct it. Okay, maybe most often ഈ സ്പേസിന്റെ മിസ്റ്റേക്ക് ഒക്കെ ആയിരിക്കും, അതല്ലെങ്കിൽ അൺവാണ്ടഡ് ക്യാരക്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കറക്റ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു കോഡ് ഇതിന്റെ ഈ ഒരു ടെംപ്ലേറ്റ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഈ ഒരു സ്ക്രീനാണ് നമുക്ക് നമ്മളെ ആപ്പിനകത്തുള്ള ഇനീഷ്യൽ സ്ക്രീൻ. നമ്മളെ ആപ്പ് സ്റ്റാർട്ടായി വരുമ്പോൾ നമുക്ക് ഈ സ്ക്രീനാണ് വേണ്ടത്. അപ്പോൾ ഈ സ്ക്രീനിൽ ഈ ഒരു UI എങ്ങനെ ബിൽഡ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗോ ടു സ്ക്രീൻസ് ഫോൾഡർ. സ്ക്രീൻസ് ഫോൾഡറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഡോട്ട് ഫയൽ, ദെൻ ക്രിയേറ്റ് home_screen. either you can give home_screen, അതല്ലെങ്കിൽ ചില ആളുകൾ home_page കൊടുക്കണം. I'm going to use home_page. Okay, then you have a home page here. Then come to your, okay, let's create a class here. I'm going to create a stateless class, import the material package. Then after that create a stateless class. You know how to create a stateless class. st എന്ന് ടൈപ്പ് ചെയ്യുക, അപ്പോൾ stateless സെലക്ട് ചെയ്യുക. then നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് ക്ലാസ് നെയിം ആണ്. then നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, home page എന്ന് ഞാൻ കൊടുത്തു. okay, and this is going to return a scaffold because we are going to load this in a new screen. so അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, scaffold ആയിരിക്കും. okay, this is what we need. then go to your main.dart and ഇത് ഡീഫോൾട്ട് ആയിട്ടുള്ള ബോയിലർ പ്ലേറ്റ് കോഡാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാണ്, ക്ലിയർ ചെയ്യണം. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ദിസ്. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് റിമൂവ് ഓൾ ദ അൺവാണ്ടഡ് കമന്റ്സ്. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ക്ലട്ടേഡ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ റിമൂവ് ചെയ്യുക. ദെൻ ഐ നീഡ് ടു ഇമ്പോർട്ട് മൈ ക്ലാസ് ഹിയർ, home page. okay, okay, and if there is an error, ഇവിടെ ഒരു red underline ഉണ്ടെങ്കിൽ make sure that you imported that library here and remove this. If you remove this, you can see there is an red underline. so click here, then import that class. okay, now I remove. then and if you want you can give a title. I'm going to give it weather app. okay, then ഇനി നമുക്ക് ഇതിൽ തീം ഡാറ്റ ഉണ്ട് ആൻഡ് മെറ്റീരിയൽ 3 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വി ആർ ഗോയിങ് ടു മോഡിഫൈ ദിസ് തിങ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ തീംസ് എഴുതും, പല കാര്യങ്ങൾക്കും നമ്മൾ കോമൺ ആയിട്ട് തീം എഴുതും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് ഇനീഷ്യൽ സെറ്റപ്പ് എന്ന് വിളിക്കുന്നത്. ലെറ്റ്സ് റൺ ദിസ്. ഓക്കെ, ലെറ്റ് മീ റൺ ഇറ്റ് ഓൺ എ വെബ്. ഓക്കെ, ഗൂഗിൾ ക്രോം എടുത്തു, ലെറ്റ്സ് റൺ ദിസ്. ഓക്കെ, സോ അത് റണ്ണായി വരട്ടെ. ഇനി നമ്മളുടെ UI എടുക്കുക. UIയിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഇതൊരു ഫുൾ സ്ക്രീനിലാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ ആപ്പിന്റെ അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസിന്റെ ഫുൾ സ്ക്രീനിലാണ് ഈ പേജ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ക്രീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട്. പാരലലി യു ഹാവ് എൻ ഐക്കൺ ഹിയർ, ദെൻ യു ഹാവ് ദ സിറ്റി, ദെൻ ദ ഡേറ്റ്, ദെൻ യു ഹാവ് എ സെർച്ച് ഐക്കൺ, ദെൻ അതിന്റെ താഴെ നിങ്ങൾക്ക് എന്തുണ്ട്, യു ഹാവ് a weather condition icon, then the actual temperature, then the weather state, then the time, and you have something else, max temperature, low temperature, minimum, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ എങ്ങനെ ബിൽഡ് ചെയ്യും, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. യു ക്യാൻ ഈവൻ യൂസ് എ കോളംസ് ആൻഡ് റോസ്. ഐ എം ഗോയിങ് ടു യൂസ് സ്റ്റാക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് അവിടെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് സ്റ്റാക്ക് ആണ്. ആൻഡ് ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് കോളം widget, you can do that. and ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്റ്റാക്ക് ആണ്. okay, it's your choice which one you want to use എന്നുള്ളത്. okay, then ഇതിൽ ഇനീഷ്യലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്കഫോൾഡിന്റെ ചൈൽഡിന്റെ പേര് നമുക്കറിയാം, ദാറ്റ് ഇസ് ബോഡി. okay, then body should be a container. okay, because I have a background image. see, അപ്പോൾ ഞാൻ സ്കഫോൾഡ് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കണ്ടെയ്നർ കൊടുത്തു. and I need to get the height of that screen. ഞാൻ height എന്നുള്ള പ്രോപ്പർട്ടി കോൾ ചെയ്തു. and if you want to get the viewport height, ആ സ്ക്രീനിന്റെ ഏത് ഡിവൈസിലാണോ ഈ യൂസർ ഈ ആപ്പ്
തുറക്കുന്നത് പല സ്ക്രീൻ സൈസുള്ള ഡിവൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ക്രീൻ സൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ എം ഗോയിങ് ടു ഡിക്ലെയർ എ വേരിയബിൾ കോൾഡ് സൈസ് equal to, you can use the media query QRY dot of context dot size എന്ന് ഞാൻ കോൾ ചെയ്തു. ഇതിൽ ആക്ച്വലി എന്ത് വരും, സൈസ് മീൻസ് ഒരു ഡിവൈസിന്റെ സൈസ് എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റും വിഡ്ത്തുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈസ് വേരിയബിളിൽ രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്ന് സൈസ് ഡോട്ട് ഹൈറ്റും കാണും, വേറൊന്ന് സൈസ് ഡോട്ട് വിഡ്ത്തും കാണും. ആൻഡ് if you want to set the screen height as your container height, then call the size property. You can call the size property size.height. Okay, then if you want to set the screen width as the width of the viewport, and width in the property size dot width in the set. Okay, I think this is clear. This is a scaffold. I'm going to give an apper here. Apper. Okay. Then നമ്മളുടെ ആപ്പ് ഇവിടെ റണ്ണായി വന്നിട്ടുണ്ടാവും. Let me take that app. ഓക്കെ, നമ്മുടെ ആപ്പ് റണ്ണായി വന്നിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് ഒരു സ്കഫോൾഡും ഒരു ആപ്പ് ബാറും മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. നമ്മൾ മെറ്റീരിയൽ 3 ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ മെയിൻ ഡോട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒരു ആപ്പ് ബാർ തീം എഴുതിയിട്ടുണ്ട്. ഇവിടെ ആപ്പ് ബാർ തീം, അതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ട്രാൻസ്പെറൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇഫ് ഐ റിമൂവ് ദിസ്, ഞാനിത് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും വരില്ല. കാരണം മെറ്റീരിയൽ 3 ആപ്പ് ബാറിൻ്റെ ഡീഫോൾട്ട് കളർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. ആൻഡ് അവർ സ്കഫോൾഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കും, വൈറ്റ് ആയിരിക്കും. ആക്ച്വലി അവിടെ ഒരു ആപ്പ് ബാർ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ട്രാൻസ്പെറൻറ്റ് കൊടുത്തു. ആൻഡ് എലവേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ലെറ്റ് മീ ഗീവ് ആൻ എലവേഷൻ. ഇവിടെ ഞാനൊരു 5.0 എന്ന എലവേഷൻ കൊടുത്തിട്ട് ഇത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നൗ യു ഹാവ് ആൻ ആപ്പ് ബാർ ഹിയർ. ഇവിടെ ഒരു ആപ്പ് ബാർ വരുന്നതാണ്. ഓക്കെ, ഇവിടെ എലവേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കഫോൾഡിൽ നിന്നും ആപ്പ് ബാർ എത്ര എംബ്രോസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ എലവേഷനിൽ. ഐ എം ഗോയിങ് ടു ഗീവ് എലവേഷൻ ഡബിൾ വാല്യൂ ആണ്. എലവേഷൻ 0 എന്ന് ഞാൻ കൊടുത്തു. ആൻഡ് ലെറ്റ് മീ സേവ് ഇറ്റ്. Okay, now your app bar is transparent. I don't want this debug banner here, and you know what is a property for that. Do this thing, debug show checked mode banner. ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഈ പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ട്രൂ വാല്യൂ ആണ്, ട്രൂ ഓർ ഫോൾസ് വാല്യൂ, അല്ലെങ്കിൽ ബൂൽ വാല്യൂ ആണ്. ഇപ്പോൾ ഇത് കാണുന്നുണ്ട്, ദാറ്റ് മീൻസ് ഇത് ട്രൂ ആണ്. മേക്ക് ഇറ്റ് ഫോൾസ്. നിങ്ങൾക്ക് ഇത് കാണണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യു ക്യാൻ മേക്ക് ഇറ്റ് ഫോൾസ് ആൻഡ് സേവ് ദിസ്. നൗ ദാറ്റ് ഈസ് ഡിസപ്പിയർഡ്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ആക്ച്വലി ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന UI എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നൗ യു ക്യാൻ സീ ഈ ബോഡിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫുൾ സൈസിൽ ഉള്ളൊരു ഇമേജ് ഉണ്ട്. ദെൻ ആപ്പ് ബാർ ആക്ച്വലി ഇവിടെ ഉണ്ട്. ഞാൻ ഈ ഒരു സ്പേസിങ് കിട്ടാൻ വേണ്ടി ആപ്പ് ബാറാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. മേലെ നിന്ന് പാഡിങ് കൊടുത്തിട്ട് താഴ്ത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പാഡിങ് കൊടുത്തോ അല്ലെങ്കിൽ സൈസ് ബോക്സോ കൊടുത്ത് നിങ്ങൾക്ക് താഴത്തേക്ക് കൊണ്ടുവരാത്. ഐ ജസ്റ്റ് യൂസ്ഡ് ആപ്പ് ബാർ. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളുടെ ഡിസൈനിലേക്ക് വരാം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഐ എം ഗോയിങ് ടു ഗീവ് the background color of this scaffold as just give a black color and save it. Now you have a black background. Okay, then app bar നമ്മൾ ട്രാൻസ്പെറൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആപ്പ് ബാറിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആക്ച്വലി എനിക്ക് എന്ത് വേണം, ഇവിടെ ഇതിൻ്റെ ചൈൽഡായിട്ട് ഓർ യു ക്യാൻ ഹാവ് എ ഡെക്കറേഷൻ, ബോക്സ് ഡെക്കറേഷൻ. അതൊരു കണ്ടെയ്നർ ആയതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷൻ വരുന്നത് ബോക്സ് ഡെക്കറേഷൻ ക്ലാസ് എന്നാണ്. ആൻഡ് ഐ വാണ്ട് ഇമേജ്, ദെൻ ഇമേജ് വരുന്നത് ഡെക്കറേഷൻ ഇമേജ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് എ ഇമേജ് പ്രോപ്പർട്ടി. ആൻഡ് റിമെമ്പർ ഡെക്കറേഷൻ ഇമേജ് എന്ന് പറയുന്നത് ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ നമ്മൾ അസെറ്റിൽ നിന്ന് ആഡ് ചെയ്യുന്ന ഇമേജ് ഡോട്ട് അസെറ്റ് എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ ഇമേജ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഫ്ലട്ടർ ഫെമിലിയർ ആണെങ്കിൽ ഇമേജ് ഡോട്ട് അസെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജുകളൊക്കെ ഈ ക്ലാസ്സിൽ നിന്നുമാണ്, ഇതിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇമേജ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അസെറ്റ് ഇമേജ് ക്ലാസ്സിനെ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ പ്രൊവൈഡ് എ പാത്ത്. ഇവിടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഇമേജ് പാത്തൊക്കെ നമ്മളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡാറ്റ ഫോൾഡറിൻ്റെ ഉള്ളിൽ യു ഹാവ് ഇമേജ് പാത്ത് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഇതിൽ ഐ ഹാവ് സം ബാക്ക്ഗ്രൗണ്ട്സ്. ഇതൊരു ലിസ്റ്റാണ്. സോ ആ ലിസ്റ്റിൽ 0th ഇൻഡെക്സ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇമേജ് കിട്ടും. ആക്ച്വലി ഐ ഹാവ് ദാറ്റ് ഇമേജ് ഹിയർ. സോ ഐ എം ഗോയിങ് ടു കോൾ മൈ ഇമേജ് പാത്ത്, ബാക്ക്ഗ്രൗണ്ട്
background of 0 എന്ന് ഞാൻ പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ലെറ്റ് മീ സേവ് ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഇമേജ് വന്നു. സി ആക്ച്വലി ഈ ഇമേജ് ഈ കണ്ടെയ്നറിനകത്ത് അതിന്റെ സെന്ററിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഇമേജ് വന്നത്. ഐ വാണ്ട് ഇറ്റ് ടു ബി ഇൻ ഫുൾ വിഡ്ത്ത്, അല്ലെങ്കിൽ ഫുൾ വിഡ്ത്തിലും ഫുൾ ഹൈറ്റിലും വരണം. അപ്പൊ അതിനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ഡെക്കറേഷൻ ഇമേജിന് ഫിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഫിറ്റ്. ആൻഡ് യു ക്യാൻ യൂസ് ബോക്സ് ഫിറ്റ് dot cover, and let me save it. Now you have this thing like this. See, actually you have an app bar here. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ വന്നത്. സോ എനിക്ക് ഇത് ഈ ബോഡി എന്ന് പറയുന്നത് ഇവിടുന്ന് ടോപ്പിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സ്കഫോൾഡിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എക്സ്റ്റെൻഡ് ബോഡി ബിഹൈൻഡ് ആപ്പ് ബാർ. ദാറ്റ് ഈസ് എ ബൂൾ വാല്യൂ ആൻഡ് യു ക്യാൻ മേക്ക് ഇറ്റ് ട്രൂ. ഓക്കെ, ആൻഡ് ലെറ്റ് മീ സേവ് ദിസ്. നൗ യു ഹാവ് എ ഫുൾ സ്ക്രീൻ ഇമേജ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടു ഒരു ഫുൾ സ്ക്രീനിൽ, അതായത് നമ്മുടെ സ്കഫോൾഡിന്റെ ഫുൾ സ്ക്രീനിൽ വരുന്ന ഒരു ഇമേജ്. ആൻഡ് കമ്പയർ ദിസ് തിങ്. ആൻഡ് ഇവിടെ കണ്ടു നമുക്ക് ആസ് ഇറ്റ് ഈസ് എക്സാക്ട്ലി എന്തായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എന്ത് വന്നിട്ടുണ്ട്, ഒരു ഫുൾ സ്ക്രീനിൽ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. Okay, I think you got the point. Okay, so and remember this property, extend body behind app bar, and you can even get rid of this container. Then എന്നിട്ട് എന്ത് ചെയ്യാം, സ്കഫോൾഡ് കണ്ടെയ്നർ കളയാൻ കഴിയില്ല, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഇമേജ് ആഡ് ചെയ്തത്. ആൻഡ് യു ക്യാൻ ഈവൻ യൂസ് സ്റ്റാക്ക് വിഡ്ജറ്റ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിവേ ഐ തിങ്ക് ദിസ് ഈസ് ക്ലിയർ. ഇനി നമ്മളുടെ ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ലൊക്കേഷൻ, അതായത് ഈ യൂസർ ഈ ആപ്പ് ഏത് ലൊക്കേഷനിൽ ഇരുന്നാണ് തുറന്നത് എന്നുള്ള ലൊക്കേഷൻ ആക്ച്വലി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം. സി ഐ എം ഗോയിങ് ടു ബിൽഡ് ദിസ് തിങ്. ഈ പറയുന്ന ഈ മുകളിൽ കാണുന്ന ഈ ഒരു ലൊക്കേഷൻ പിന്നും നിങ്ങളുടെ ലൊക്കേഷൻ, ദെൻ വാട്ട് എവർ മെസ്സേജ് യു ക്യാൻ ഷോ ഹിയർ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. ഇവിടെ സി ഇവിടെ ഇപ്പോൾ ഞാൻ ഡേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ യു ഹാവ് എ സെർച്ച് ബാർ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ബിൽഡ്. സോ ഇനീഷ്യലി നമുക്ക് ഈ ഒരു യു ഐ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐറ്റം, ദെൻ ഒരു ഐറ്റം ഇവിടെ, അതിൻ്റെ താഴെ ഒന്ന്, ദെൻ അതിൻ്റെ താഴെ ഒന്ന്. അപ്പോൾ ആക്ച്വലി ഐ നീഡ് എ റോ. അതിൽ ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ് ഐറ്റം ആൻഡ് തേർഡ് ഐറ്റം. ഓക്കെ, ആൻഡ് യു ഹാവ് സം സ്പേസ് ബിറ്റ്വീൻ ദീസ് തിങ്സ്. ഓക്കെ, ഇതാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്. ആൻഡ് ഹൗ ക്യാൻ യു ഡു ദിസ്, അതായത് ഇതെങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി യു ഐ ഒക്കെ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാക്കും. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന അപ്രോച്ച് തന്നെ വേണമെന്നൊന്നുമില്ല. സി ഐ എം ഗോയിങ് ടു യൂസ് എ സ്റ്റാക്ക് ഹിയർ. സി ഇവിടെ ഞാൻ ഈ കണ്ടെയ്നറിന്റെ ചൈൽഡായിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് എ ചൈൽഡ്. ഓക്കെ, സ്റ്റാക്ക് വിഡ്ജറ്റിനെ കോൾ ചെയ്തു. ഓക്കെ, സ്റ്റാക്ക് വിഡ്ജറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. സ്റ്റാക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ സ്റ്റാക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഇവിടെ ഞാൻ എല്ലാ ആസ്പെക്ട്സും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ സ്റ്റാക്ക് ആഡ് ചെയ്ത് പോവാണ്. ബിക്കോസ് ഇതൊരു ലെങ്തി വീഡിയോ ആണ്. നമുക്കൊരു യു ഐ ബിൽഡ് ചെയ്യണം. ആ യു ഐയിൽ നമുക്ക് എൻഡ് പോയിന്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ലൊക്കേഷൻ പിക്ക് ചെയ്യണം. ദെൻ ആ ലൊക്കേഷൻ പിക്ക് ചെയ്തിട്ട് വെതർ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറേ പണികൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് ലെങ്തി ആവും സ്റ്റാക്ക് എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ യു ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ. ഓക്കെ, സോ സ്റ്റാക്കിന് ചിൽഡ്രൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഞാൻ അതിൽ ആദ്യത്തെ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു ഹാവ് എ കണ്ടെയ്നർ. ഓക്കെ, കണ്ടെയ്നറിന് ഞാനൊരു ഹൈറ്റ് കൊടുക്കുകയാണ്, ഹൈറ്റ് ഓഫ് 50. ദെൻ യു ക്യാൻ ഹാവ് എ ചൈൽഡ് ഷുഡ് ബി എ റോ. ഓക്കെ, ഈ റോയിലെ ഫസ്റ്റ് എലമെന്റ് ആണ് സത്യത്തിൽ എന്ത്, ഒരു ഐക്കൺ എന്ന് പറയുന്നത്. നൗ ഐ ഹാവ് അഗെയിൻ ഐ എം ഗോയിങ് ടു ഹാവ് എ കണ്ടെയ്നർ. ഇതിന് ചിൽഡ്രൻ ഉണ്ടാവും. ദെൻ ചിൽഡ്രൻ, എ കണ്ടെയ്നർ. Then I have the child, I have a row. Okay, then icon, and you can import any icons you want. I'm going to use the default thing, icons dot location pin. Okay, I want the color as red. Okay, let's save this. I think it is colors.red. Okay, colors.red. You forgot to add children. Okay, so save it. Don't forget the children. And it is ഇവിടെ ഈ ടോപ്പിൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, യു ഹാവ് എ ലൊക്കേഷൻ പിൻ. ആക്ച്വലി എനിക്ക് ഇത് എന്ത് വേണം, കുറച്ചും കൂടി നീങ്ങിയാണ് വരേണ്ടത്. അതായത് നമ്മുടെ സ്റ്റാക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ
കണ്ടെയ്നർ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ബോഡി ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരാം. സി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന അപ്രോച്ച് ഇങ്ങനെയാണ്. ആൻഡ് ഐ എം ഗോയിങ് ടു മൂവ് ഇൻ ടു ദിസ് കണ്ടെയ്നർ ആൻഡ് ജസ്റ്റ് ഗിവ് എ പാഡിങ്. പാഡിങ് നിങ്ങൾക്ക് അറിയാം, എഡ്ജ് ഇൻസെറ്റ് ക്ലാസ് എന്നാണ് വരുന്നത്. എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഐ വാണ്ട് ഓൺലി പാഡിങ്. ദാറ്റ് മീൻസ് ഓൺലി നെയിംഡ് പാരാമീറ്റർ ആയിട്ടാണ് പാസ് ചെയ്യേണ്ടത്. ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഏതൊക്കെ സൈഡ് വേണോ അവിടെ മാത്രം കൊടുത്താൽ മതി. സോ I want top 40, then left I need a 20, you can have right 20, then bottom 20 and save it. Now you have that thing here. Okay, just move it and I think that is a proper appropriate location. ഇനി നമ്മൾ ഈ കോളത്ത് ഈ റോയിലെ അടുത്ത വിഡ്ജറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കോളം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, കോളം എന്ന് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് കോളത്തിന് ചില്ലറ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ടെക്സ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ യു ക്യാൻ ഹാവ് ടെക്സ്റ്റ് ഹിയർ, ടെക്സ്റ്റ് വിഡ്ജറ്റ്. ദെൻ യു ക്യാൻ ഗീവ് എ ലൊക്കേഷൻ. ഐ എം ഗോയിങ് ടു ഗീവ് എ ലൊക്കേഷൻ ദുബായ്. ദെൻ യു ക്യാൻ സ്റ്റൈൽ ഇറ്റ്. ഓക്കെ, ദെൻ ടെക്സ്റ്റ് സ്റ്റൈൽ ഞാൻ കൊടുത്തു, ടെക്സ്റ്റ് സ്റ്റൈൽ. ആൻഡ് യു ക്യാൻ ഹാവ് എ കളർ ആക്ച്വലി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ പോലത്തെയാണ്. അപ്പോൾ ഐ എം ഗോയിങ് ടു ഗീവ് എ വൈറ്റ്. നൗ യു ഹാവ് ദുബായ് ഹിയർ. ഓക്കെ, അത് കോളത്തിലായതുകൊണ്ടാണ് അത് ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് യു നോ ഹൗ ടു അലൈൻ തിങ്സ് ഇൻ എ കോളം. മെയിൻ ആക്സിസ് അലൈൻമെന്റ് ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് എ സെൻറ്റർ. ദെൻ ക്രോസ് ആക്സിസ് അലൈൻമെന്റ് ഇറ്റ് ഈസ് സ്റ്റാർട്ട്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ആ ഐക്കണ്ട അതേ അലൈൻമെന്റിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ ഇവിടെ ഞാൻ ടെക്സ്റ്റ് എഴുതി. ഇതിൽ പല സ്ഥലത്തും നമ്മൾ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അവിടെയൊക്കെ നമ്മൾ സ്റ്റൈൽ എഴുതുന്നുണ്ട്. സോ ഞാൻ ഇവിടെ വന്നിട്ട് ആക്ച്വലി ഞാൻ ഓൾറെഡി ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടെക്സ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ക്ലാസ്, കസ്റ്റം ടെക്സ്റ്റ് ക്ലാസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് കാണാം. ഞാൻ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഞാൻ ഡാറ്റ എന്നുള്ള പാരാമീറ്ററിന്റെ സൈസ് ഉണ്ട്, കളർ ഉണ്ട്, ഫോണ്ട് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, അലൈൻമെന്റ് പാസ് ചെയ്തിട്ടുണ്ട്. ദെൻ എവറി ടൈം യു വാണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ എവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് വേണോ, ഞാൻ ടെക്സ്റ്റ് വിഡ്ജറ്റിന് പകരം ഞാൻ ഈ ക്ലാസ്സിനെ കസ്റ്റമായിട്ട് ഞാൻ എഴുതിയ ഈ ക്ലാസ്സിനെ കോൾ ചെയ്യും. ഇത് റിട്ടേൺ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആയിരിക്കും. ദെൻ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ആവശ്യമുള്ള സ്റ്റൈൽസ് പാസ് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എവറി ടൈം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റൈൽ ഫുള്ള് നമ്മൾ എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, റീയൂസബിൾ ആയിട്ടുള്ള കമ്പോണന്റ് ആയിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സോ ഗോ ടു യുവർ ടെക്സ്റ്റ് ഹോം പേജ് ആൻഡ് കോൾ ദറ്റ് ആപ്പ് ടെക്സ്റ്റ്. ഓക്കെ, ആപ്പ് ടെക്സ്റ്റിനെ കോൾ ചെയ്തു. ആപ്പ് ടെക്സ്റ്റ് ഒരു മാൻഡേറ്ററി പാരാമീറ്റർ ആണ്, ബിക്കോസ് ഇത് റിട്ടേൺ ചെയ്യാൻ പോകുന്ന ഒരു ടെക്സ്റ്റ് ആണ്. അപ്പോൾ ആ ടെക്സ്റ്റ് വിഡ്ജറ്റ് നിങ്ങൾക്ക് അറിയാം, ടെക്സ്റ്റിന്റെ സ്ട്രിങ് അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ ഡാറ്റ, സ്ട്രിങ് ടൈപ്പിലുള്ള ഡാറ്റ മാൻഡേറ്ററി ആണ്, അത് പൊസിഷനുള്ള ആർഗ്യുമെന്റ് ആണ്. അപ്പോൾ ഞാൻ കസ്റ്റം വിഡ്ജറ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്, മാൻഡേറ്ററി ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ സ്ട്രിങ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ പ്രൊവൈഡ് ദാറ്റ് തിങ് അഗെയിൻ. ദെൻ ഇവിടെ നിങ്ങൾക്ക് സിംപ്ലി കളർ, ദാറ്റ് ഈസ് വൈറ്റ്. Then if you want to increase the font weight, if you want the font weight, then font weight നമുക്കറിയാം font weight class എന്നാണ്. I'm going to give W700. ഫുള്ളി ബോൾഡ് അല്ല, എന്നാൽ ഒരു പരിധി വരെ എന്തായിരിക്കും, അത് ബോൾഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ലെറ്റ് മീ ഹാവ് സം സ്പേസ്. ഓക്കെ, സോ ഇനി ചെയ്യേണ്ടത്, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഞാൻ സേവ് ചെയ്തു. ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് ദ ഫോണ്ട് സൈസ്, ആൻഡ് ഞാൻ അവിടെ കൊടുത്ത വേരിയബിളിൻ്റെ പേര് സൈസ് എന്നാണ്. ഐ എം ഗോയിങ് ടു ഹാവ് എ സൈസ് ഓഫ് 18. Now you have a bigger font. ഓക്കെ, ഇവിടെ കണ്ടോ, ബിഗർ ആയിട്ട് വന്നിട്ടുണ്ടോ. ഇനി എനിക്ക് വേണ്ടത് ഇതിൻ്റെ താഴെ ഐ ഹാവ് സംതിങ്, വൺ മോർ ടെക്സ്റ്റ് ഹിയർ. സോ യു ക്യാൻ കോൾ ദ ടെക്സ്റ്റ് അഗെയിൻ, ദെൻ പ്രൊവൈഡ് ദ ഡാറ്റ. ഐ വാണ്ട് ഗുഡ് മോർണിംഗ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ. നമുക്ക് ആപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആപ്പ് തുറന്ന സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് മെസ്സേജാണ്, എന്ത് ഗ്രീറ്റിംഗ് ആണ് കൊടുക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, സോ ഗിവ് എ കളർ ഈസ് വൈറ്റ് അഗെയിൻ. ദെൻ ദ ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്നത്, ഐ ഡോണ്ട് വാണ്ട് ദിസ് മച്ച് ഫോണ്ട് വെയിറ്റ്, സോ ഞാനൊരു W400 കൊടുത്തു. ആൻഡ് ദ സൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 14 സൈസ്. Now you have something like this. ഓക്കെ, ഇതാണ് നമ്മളുടെ UI എടുത്ത് നോക്കുക. ഓക്കെ, സി ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ. ആൻഡ് ഇഫ് യു വാണ്ട് എ സ്പേസ് ഹിയർ, ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ പ്രൊവൈഡ് എ സൈസ്ഡ് ബോക്സ് ഹിയർ. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊരു റോ ആയതുകൊണ്ട് സൈസ്ഡ് ബോക്സ് ഞാൻ കൊടുത്തു. സൈസ്ഡ് ബോക്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്, സൈസ്ഡ് ബോക്സ് ഒരു ഇമാജിനറി ബോക്സ് ആണ്. അതിന് ഹൈറ്റ് വിഡ്ത്ത് ചൈൽഡ് ഈ പ്രോപ്പർട്ടി ആണെന്നില്ല, ഇവിടെ ഓൾറെഡി എഴുതി കാണിക്കുന്നുണ്ട് വിഡ്ത്ത് ഹൈറ്റ് ചൈൽഡ്. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ്. സോ യു ക്യാൻ ഹാവ് എ വിഡ്ത്ത് ഓഫ്, ഐ വാണ്ട് എ 10 വിഡ്ത്ത്. സോ സേവ് ഇറ്റ്. നൗ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് എന്ത് ചെയ്യും, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് നിങ്ങൾക്ക്, ദിസ് ഇസ് എ കോളം, ഇവിടെ അല്ല, സോറി,
ഇവർ തമ്മിലാണ് ഗ്യാപ്പ് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇവിടെ. ഓക്കെ, ആൻഡ് അത് എന്തായിരിക്കണം, വിഡ്ത്ത് ആയിരിക്കണം. സേവ് ഇറ്റ്. നൗ യു ഹാവ് എ സ്മോൾ ഗ്യാപ്പ് ഹിയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. ഞാൻ ഇവിടെയാണ് ആഡ് ചെയ്തത്, ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റീഫോർമാറ്റ് ഇറ്റ്. അപ്പോൾ ഒന്ന് സ്ട്രക്ചേർഡ് ആക്കി തരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഴുതിയത് ഈ പറയുന്ന കണ്ടെയ്നറിനുള്ളിലാണ് ഇത്രയും കാര്യങ്ങളുള്ളത്. ഓക്കെ, ലേറ്റർ പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു കമ്പോണൻ്റ് ആക്കി മാറ്റാൻ ഇവിടുന്ന്. ഇതൊരു ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു കോഡ് അല്ലെങ്കിൽ UI കോഡ് നിങ്ങൾ ഈ ഒരു ഹോം പേജിനെ ക്ലട്ടേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇവിടുന്ന് മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഞാൻ മാറ്റുന്നില്ല, ഇവിടെ തന്നെ ചെയ്യാണ്. ഇനി നമ്മളുടെ ഈ കണ്ടെയ്നറിൽ ഒരു സെർച്ച് ഐക്കൺ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഈ കണ്ടെയ്നറിൽ നമ്മളുടെ മെയിൻ റോ, അതായത് ഈ റോ കഴിഞ്ഞു, സൈസ്ഡ് ബോക്സ്, ഈ കോളം കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് എന്ത് വേണം, ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്ത് വേണം, ഐ നീഡ് എ ഐക്കൺ. സോ ഐ എം ഗോയിങ് ടു ഹാവ് ആൻ ഐക്കൺ ബട്ടൺ കോൾ ചെയ്തു. ഐക്കൺ ബട്ടൺസ് നമുക്കറിയാം, ബട്ടൺസിന് എല്ലാതും ഓൺ പ്രസ് ഉള്ള പ്രോപ്പർട്ടി മാൻഡേറ്റ് ആണ്. അത് എലവേറ്റഡ് ബട്ടൺ ആയാലും ഐക്കൺ ബട്ടൺ ആയാലും ഏത് ബട്ടൺ എടുത്താലും ദിസ് പ്രോപ്പർട്ടി ഇസ് മാൻഡേറ്റ് ഓൺ പ്രസ്ഡ്. നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ എന്ത് ചെയ്യണം, യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത്. അപ്പോൾ ഇതൊന്നും ചെയ്യാനില്ലെങ്കിലും എന്ത് ചെയ്യണം, ഞാൻ ഓൺ പ്രസ് ചെയ്താൽ ഒന്നും സംഭവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സമയത്ത് ഞാൻ ഓൺ ലോങ് പ്രസ് ചെയ്താൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ തിങ്ക് ലോങ് പ്രസ് ഇതിനില്ല. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ റൈറ്റ് ദാറ്റ്. ഇവിടെ എന്ത് ചെയ്യാം, ഐക്കൺ, ദെൻ ഐ നീഡ് എ സെർച്ച് ഐക്കൺ, icons dot search. Now you have a search icon, save it. Now you have an icon. And ഈ ഐക്കണിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഈ ഒരു കളർ ആയിരിക്കും. നിങ്ങൾക്ക് ത്രൂ ഔട്ട് ആപ്പിൽ ഒരേ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോ ടു യുവർ main.dot file പോയിട്ട് ഈ തീമിൽ ഇപ്പോൾ നമ്മൾ ആപ്പ് ബാർ തീം എഴുതിയ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് ആൻ ഐക്കൺ തീം, നോട്ട് ഐക്കൺ ബട്ടൺ തീം. യു ക്യാൻ ഈവൻ റൈറ്റ് ഐക്കൺ ബട്ടൺ തീം ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഐക്കൺ ബട്ടൺ തീം ഡാറ്റ. ഓക്കെ, ദെൻ ഇതിന് എന്തൊക്കെ പാരാമീറ്റർ ഉണ്ട് നോക്കുക. ഇതിനകത്ത് ഐക്കൺ ബട്ടൺ, ഐ തിങ്ക് you need to write icon theme that is coming from icon theme data. Then take the color as white. Okay, and save it. Now you can see ഇവിടെ കളർ എന്ത് ചെയ്യുന്നുണ്ടോ, വൈറ്റ് വന്നിട്ടുണ്ടോ. ആൻഡ് റിമെമ്പർ ഈ മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്ന വിഡ്ജറ്റ് ഇതൊരു ഇൻഹെറിറ്റഡ് വിഡ്ജറ്റ് ആണ്. ആൻഡ് ദാറ്റ് മീൻസ് ഇതിലുള്ള പ്രോപ്പർട്ടി ത്രൂ ഔട്ട് ദ ആപ്പിൽ എന്ത് ചെയ്യും, ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയത് ഈ വിഡ്ജറ്റിനും എന്താണ് ബാധകമാണ്. അപ്പോൾ ഇതിനും എന്ത് ഇൻഹെറിറ്റ് ചെയ്ത് ഇവിടെ കിട്ടും. ആൻഡ് ഇവിടെ ഞാൻ എക്സ്ക്ലൂസീവ്ലി ഇവിടെ ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വന്നിട്ട് ഇപ്പോൾ റെഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ കളർ റെഡ് ആയിരിക്കും. ആൻഡ് ഇപ്പോൾ നമ്മൾ CSS ഒക്കെ പഠിക്കുമ്പോൾ ഇൻലൈൻ സ്റ്റൈൽ എഴുതും, അല്ലെങ്കിൽ ഹെഡിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ എഴുതും, എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എഴുതും, അതിനൊരു പ്രിഫറൻസ് ഉണ്ടല്ലോ. അതേപോലെ ഇവിടെ നിങ്ങൾ സ്റ്റൈൽ ഉണ്ടെങ്കിൽ ഇതായിരിക്കും എഫക്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ നമ്മൾ ഉദ്ദേശിച്ച UI. ആൻഡ് നമുക്ക് ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്, ഈ സാധനം എന്ത് ചെയ്യണം, ഇയാൾ മാത്രം അങ്ങേയറ്റത്ത് പോകണം. സോ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾക്ക് മെയിൻ ആക്സിസ് അലൈൻമെന്റ് പ്രോപ്പർട്ടി ഉണ്ട്. യു ക്യാൻ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ആൻഡ് സേവ് ഇറ്റ്. നൗ യു ഹാവ് ദാറ്റ് സെർച്ച് ബട്ടൺ അറ്റ് ദ എൻഡ്, ഇതിന്റെ എൻഡിൽ വന്നിട്ടുണ്ടാവും. Okay, so let me remove this color. I don't want this red here. I just need it to be white. Okay, and if you want to increase the size, you can have a size property. Let me have a 32 size, not 2, it's 32. Okay, save it. Now you have a bigger icon. ഇനി നമുക്ക് വേണ്ടത് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ തൊട്ട് താഴെ ഒരു സെർച്ച് ബോക്സ് വരണം. അതായത് ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു സെർച്ച് ബോക്സ് എന്ത് ചെയ്യണം, എനേബിൾ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിവിടെ എന്ത് ചെയ്തത്, ഇതിനെ ഐക്കൺ ബട്ടൺ ആക്കിയത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു സെറ്റ് സംതിങ്. നമുക്ക് എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ ഇവിടെ എന്ത് വരണം, എപ്പോഴും കാണിക്കേണ്ട ആവശ്യമില്ല. യൂസർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇവിടെ ഐക്കൺ കാണിച്ചാൽ മതി. ഓക്കെ, നൗ വി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് പാർട്ട്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഹാവ് ബിറ്റ് മോർ പാഡിങ് അറ്റ് ദ ടോപ്പ്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഹോം പേജിൽ വന്നിട്ട് ഇവിടെ ഞാൻ കൊടുത്ത ടോപ്പ് പാഡിംഗ് എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് ആസ് 65 ആൻഡ് സേവ് ഇറ്റ്. നൗ യു ഹാവ് ദിസ് തിങ്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് ചിലപ്പോൾ ഇതിനൊരു ഹിൻട്രൻസ് വരുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിലെങ്കിൽ. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. വി ആർ നോട്ട് ഗോയിങ് ദാറ്റ് മച്ച് ഡീറ്റെയിൽ ഇൻ ടു ദ UI. നമ്മൾ പ്രൊവൈഡറും റെസ്റ്റ് API ആണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ UI ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് എനിബഡി wants to learn this how to build UI, this video may be your ultimate video.
ആൻഡ് നമ്മൾ ചുമ്മാ പറഞ്ഞു പോലെ ചെയ്യുന്ന എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ പ്രോപ്പർട്ടിയും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, വർത്ത് വാച്ചിങ് ആയിരിക്കും. ഓക്കെ, സോ ഇനി നമ്മൾ നെക്സ്റ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ തൊട്ട് താഴെ, നമ്മൾ ഡിസൈൻ നോക്കിയതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാം. നമ്മുടെ വെതർ കണ്ടീഷൻ, നമ്മൾ ഫെച്ച് ചെയ്ത ഈ ലൊക്കേഷനിലെ കറണ്ട് വെതർ കണ്ടീഷൻ എന്താണോ അതിനെ ബേസ് ചെയ്ത് നമ്മളിവിടെ ഐക്കൺ കാണിക്കും. ആൻഡ് വി ഹാവ് ഓൾറെഡി ദാറ്റ് ഐക്കൺ ഹിയർ. നമ്മളിവിടെ നമ്മളുടെ ഇമേജ് പാത്തിനകത്ത് വി ഓൾറെഡി സ്റ്റോർ സം ഐക്കൺസ് ബേസ്ഡ് ഓൺ ദിസ് ഡിഫറെൻറ്റ് ക്ലൈമറ്റ് കണ്ടീഷൻസ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ഐക്കൺ കാണിക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് കാണിക്കുക, അല്ലെങ്കിൽ ഈ ഐക്കൺ യു ഐയിൽ നമ്മൾ തൽക്കാലം സ്റ്റാറ്റിക് ആയിട്ട് അവിടെ ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഫെച്ച് ചെയ്ത ഡാറ്റ അനുസരിച്ച് എന്ത് ചെയ്യും, ഐക്കൺ നമ്മൾ മാറ്റും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഡു ദാറ്റ്, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ, നമ്മൾ ഈ കണ്ടെയ്നർ കഴിഞ്ഞിട്ടാണ് തൊട്ട് താഴെയാണ് വരേണ്ടത്. അപ്പോൾ സ്റ്റാക്കിലെ രണ്ടാമത്തെ ഐറ്റം ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്, ആ ഇമേജിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് ആൻ ഇമേജ് വിഡ്ജറ്റിനെ കോൾ ചെയ്തു. ദാറ്റ് ഇസ് എൻ അസെറ്റ് ഇമേജ് ഡോട്ട് അസെറ്റിനെ കോൾ ചെയ്തു. ദെൻ യു ക്യാൻ കോൾ ദ ഇമേജ് ഇമേജ് പാത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ലിസ്റ്റ് ആണ്. ആൻഡ് അതിൽ 0th ഐറ്റത്തെ ഞാൻ കോൾ ചെയ്തു ആൻഡ് സേവ് ഇറ്റ്. നൗ യു ഹാവ് എൻ ഇമേജ്. ഓക്കെ, ദാറ്റ് മച്ച് സിമ്പിൾ ഇസ് ദാറ്റ്. ഓക്കെ, ഇമേജിലൂടെ അസെറ്റ്. ആൻഡ് ഇതൊരു സ്റ്റാക്കിലായതുകൊണ്ട് ഐ നീഡ് ടു പ്ലേസ് ഇറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദിസ് തിങ്. എനിക്ക് ഇതിൻ്റെ സെൻറ്ററിൽ, അല്ലെങ്കിൽ ഈ ഒരു ലൈനിൽ കുറച്ചും കൂടി നീങ്ങി ടോപ്പിൽ നിന്ന് ഇറങ്ങിയൊക്കെ എനിക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒന്നെങ്കിൽ പൊസിഷൻ വിഡ്ജറ്റ് ഉപയോഗിക്കാം നിങ്ങൾക്ക് സ്റ്റാക്കിൽ, ആൻഡ് അതല്ലെങ്കിൽ അലൈൻ വിഡ്ജറ്റ് ഉപയോഗിക്കാം. ഐ എം ഗോയിങ് ടു യൂസ് ദ അലൈൻ വിഡ്ജറ്റ്. ഓക്കെ, ദെൻ കം ഔട്ട് ഓഫ് ദറ്റ് ബൗണ്ടിങ് ബോക്സ്. ദെൻ ഇവിടെ എന്ത് ചെയ്യുക, റാപ്പ് വിത്ത് എ വിഡ്ജറ്റ് കോൾഡ് അലൈൻ, LIGN അലൈൻ. ഓക്കെ, ദെൻ അലൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലൈൻമെന്റ് പ്രോപ്പർട്ടി ഉണ്ട്. യു ക്യാൻ ഹാവ് എൻ അലൈൻമെന്റ് പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ക്ലാസ് അലൈൻമെന്റ് ഡോട്ട്. ഓക്കെ, ദെൻ യു ഹാവ് ഓൾറെഡി കുറേ പ്രീസെറ്റ് ആയിട്ടുള്ള കുറേ അലൈൻമെന്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. ഇഫ് ഐ ഗീവ് സെൻഡർ ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ദ സെൻറ്റർ ഓഫ് ദി സ്റ്റാക്ക്, അതായത് ഈ സ്റ്റാക്കിന്റെ പാരന്റിന്റെ ഹൈറ്റ് എന്താണെന്ന് നോക്കും, അതിന്റെ സെന്ററിലേക്ക് അതിനെ പ്ലേസ് ചെയ്യും. സി ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി ഹിയർ, ഐ വാണ്ട് ഇറ്റ് ടു ബി സംവർ ഹിയർ. ഈ ഒരു ക്ലൗഡിന്റെ അവിടെ ആയിട്ടാണ് എനിക്ക് വേണ്ടത്. സോ അപ്പോൾ എനിക്ക് ഈ അലൈൻമെന്റ് ഡോട്ട് സെന്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് ഇതിൽ മൗസ് ഹോവർ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ പ്രീസെറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ പോകാം, അല്ലെങ്കിൽ യു ക്യാൻ ഹാവ് X and Y കോർഡിനേറ്റ്. ആൻഡ് നിങ്ങളൊരു ഈ ഒരു പ്ലെയിനെ XY പ്ലെയിൻ ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് 0 എന്നായിരിക്കും. ഓക്കെ, ദെൻ ഇത് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാലും ഇതിവിടെ നിന്ന് അനങ്ങൂല, ബിക്കോസ് ദിസ് ഇസ് ഒറിജിൻ 0 എന്നുള്ളത്. അതായത് ഇതിനെ ഒരു XY പ്ലെയിൻ ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നോക്ക്, ഇവിടെ നിങ്ങൾക്ക് X വാല്യൂ എനിക്ക് എന്ത് ചെയ്യണം, 0 ഇവിടെ തന്നെ നിൽക്കണം. പക്ഷെ Y വാല്യൂ മുകളിലേക്ക് എന്ത് ചെയ്യണം, മുകളിലേക്ക് പോകണം. ആൻഡ് മുകളിലേക്ക് പോകുന്നത് ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചത് പോസിറ്റീവ് ആയിരിക്കും മേളിൽ നിന്നാണ്, ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. 0.5 എന്ന് ഞാൻ കൊടുത്തു. നൗ ഇറ്റ് ഈസ് എ ബിറ്റ് മോർ ഹയർ ദാൻ, അല്ലെങ്കിൽ X എന്ന് മേലേക്ക്, X 0 ആണ്, 0 നേരെ മുകളിലേക്ക് പോയി. ദെൻ I want 7. So now it is here, and this is our desired location. Now we completed this image, and you can have any image. And if I give, നമ്മൾ ഓൾറെഡി ഒരു ലിസ്റ്റിൽ ഇട്ടോണ്ട് ഞാൻ 2 എന്ന് കൊടുത്ത് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ now you have another image, background image മാറി. Then if you want this image to be 2 and save it, now you have some other image. Okay, നമ്മൾ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ API ഡാറ്റയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഇമേജസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഐ തിങ്ക് ദ ഐഡിയ ഇസ് ക്ലിയർ. ഓക്കെ, ആൻഡ് യു ഹാവ് ഹൗ മെനി ഇമേജസ് ആർ ദർ? ഓക്കെ, ഡ്രിസിൽ, മിസ്റ്റ് 0, 1, 2, 3, 4 and 5. Fifth image, let me add that fifth image. That is a mist image. നമ്മളെ ഇമേജിൽ നമ്മൾ UI വരച്ചതിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഇമേജ്. ഓക്കെ, ആൻഡ് 6. Okay, now this is a mist image and I want the background to be 3 and save it. Now you have a misty background. Okay, and ഇവിടെ കണ്ടോ, ഇവിടെ ഈ സെർച്ച് ബോക്സ് കാണുന്നില്ല. ആൻഡ് ലെറ്റ്സ് ഫിഗർ ഔട്ട് ഇറ്റ് ലേറ്റർ. ഓക്കെ, ആൻഡ് ദെൻ ഇനി ചെയ്യേണ്ടത് നമുക്ക് എന്തുണ്ട്, ഇതിന്റെ താഴെ നമ്മൾ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫെച്ച് ചെയ്തനുസരിച്ച് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഡാറ്റ വരണം. ഓക്കെ, അതിന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ വെതർ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഷോക്കേസ് ചെയ്യണം. അപ്പം ഞാൻ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഗോയിങ് ടു ഹാവ്, ആൻഡ് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതൊരു കോളത്തിലാണ് കിടക്കുന്നത്. ആ കോളത്തിൽ ഫസ്റ്റ് ഐറ്റമാണ് നമ്മളുടെ വെതർ
എത്രയാണ് നമ്മളുടെ കറണ്ട് ടെമ്പറേച്ചർ എന്നുള്ളത്, ദെൻ കണ്ടീഷൻ, ദെൻ നമ്മൾ ഫെച്ച് ചെയ്ത ടൈം, ഏത് ടൈമിലാണ് നമ്മൾ ഈ വെതർ കാണിക്കുന്നത്, ഇത്രയും ഡാറ്റയാണ് എനിക്ക് വരേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ബിൽഡ് ദാറ്റ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ ഐ ഗോയിങ് ടു ഹാവ് എഗെയിൻ എ കണ്ടെയ്നർ. അലൈൻമെന്റ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, നമ്മളത് വിഷ്വലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അലൈൻമെന്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഗിവ് ഇറ്റ് എ ഹൈറ്റ് ഓഫ് യു വാണ്ട് എ ഹൈറ്റ് ഓഫ്, okay, let me give 130, then width 130. Okay, then താഴോട്ട് ഐറ്റംസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ചൈൽഡ് എന്തായിരിക്കും, ചൈൽഡ് ഷുഡ് ബി എ കോളം. ഓക്കെ, then ചിൽഡ്രൻ എന്ന് പറയുന്നത് and call the app text. Okay, you want first item as your temperature. So ഇവിടെ ഞാൻ എന്ത് ചെയ്തു, 21. Okay, ഡിഗ്രി സെൽഷ്യസ് എന്നാണ് എഴുതേണ്ടത്. ഐ ഡോണ്ട് നോ ഹൗ ടു ഫിഗർ ഇറ്റ് ഔട്ട്. ലെറ്റ് മീ കോപ്പി ദാറ്റ് ഫ്രം ഗൂഗിൾ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ റൈറ്റ് ചെയ്യാം. ഞാനത് പിന്നീട് എഴുതാം. ഇവിടെ ഡിഗ്രി സിമ്പിൾ വരണം. ആൻഡ് ഇഫ് എനിബഡി നോ ഹൗ ടു റൈറ്റ് ദാറ്റ്, എങ്ങനെ ഇത് എഴുതുക എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാനത് എപ്പോഴും ഞാൻ കോപ്പി ചെയ്തിട്ടാറാണ്, നമ്മൾ ഉള്ള കാര്യമുള്ള പോലെ പറയാമല്ലോ, ഞാനത് കോപ്പി ചെയ്തിട്ടാണ്, കാണാതെ ഒന്നും പഠിച്ചു വെച്ചിട്ടില്ല. എനിവേ, ഇവിടുന്ന് ദെൻ ഇനി വേണ്ടത് അതിൻ്റെ കളർ ഞാൻ കൊടുത്തു, കളർ വൈറ്റ്. ദെൻ ദ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഫോണ്ട് വെയിറ്റ് ടു ബി ബോൾഡ്, യു ക്യാൻ ഹാവ് എ ബോൾഡ് ഫോണ്ട്. ദെൻ ദ ഫോണ്ട് സൈസ് എന്നാണ് നമ്മൾ വേരിയബിളിൻ്റെ പേര്. ലെറ്റ് മീ ഹാവ് എ 20 സൈസ് ആൻഡ് സേവ് ഇറ്റ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് ഇത് വന്നത്. ഇവിടെ കണ്ടോ, ആക്ച്വലി ഇത് അവിടെ വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ അലൈൻ ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് ഇവിടെ സെൻറ്ററിൽ കിട്ടിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ കണ്ടെയ്നറിനെ ഇവിടെ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു യെല്ലോ ലൈറ്റ് ഇവിടെ കത്താത്തതിന് കാരണം വി ആർ ഇൻസൈഡ് ദിസ് ബൗണ്ടിങ് ബോക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് പുറത്തേക്ക് വരിക, എന്നിട്ട് ടാബ് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക. മേ ബി നിങ്ങൾക്ക് ഇത് ഞാനൊരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യം പറഞ്ഞത്, നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ആദ്യമായിട്ട് പഠിപ്പിക്കുന്നപ്പോൾ അവിടെ നമ്മൾ ഒപ്പമുള്ള സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്, അതുകൊണ്ട് പറഞ്ഞതാണ്. Anyway, wrap it with align, then you have alignment, and I think I have spelling mistake. Align, then alignment. Alignment നേരത്തെ പറഞ്ഞല്ലോ, alignment classനെ call ചെയ്യുക, then provide that 0,0. I want it to be center. Now you have it in center. Okay, and give it size as 32. That is a bigger size. And ഇവിടെ ഓൾറെഡി ഒരു വൈറ്റ് വന്നുകൊണ്ടാണ് എന്ത് അതാ ആ കളറിൽ കാണുന്നത്. ലെറ്റ് മീ ഹാവ് അനദർ ബാക്ക്ഗ്രൗണ്ട് ഫോർ. ഓക്കെ, ഐ തിങ്ക് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ഇമേജ്. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് വന്നു, ഇത് വന്നിട്ടുണ്ടാവും. ആൻഡ് ഇമേജസിന്റെ കളറും ഇതൊക്കെ. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഇമേജ് കളറൊന്നും മാച്ചിങ് അല്ല. സ്നോ എന്ന് കാണിച്ചിട്ട് നമ്മളിവിടെ സൺ കാണിക്കുന്നുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, വിൽ ഫിക്സ് ഇറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് വരണം, നമ്മൾ ടെമ്പറേച്ചർ വന്നു. ദെൻ കം ഡൗൺ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അഗെയിൻ ആപ്പ് ടെക്സ്റ്റ്. ദെൻ ദ വെദർ കണ്ടീഷൻ ഈസ് ഐ വാണ്ട് ഇറ്റ് ടു ബി സ്നോ എന്ന് കാണിക്കണം. ദെൻ കളർ ഷുഡ് ബി വൈറ്റ്. Then you have font size, font weight. I want it to be which one? W600. Then the size to be 26. Okay, now you have snow. Then അതിൻ്റെ താഴെ നമ്മൾ ഡേറ്റും ടൈമും കാണിക്കണം. ഓക്കെ, സോ ഡേറ്റ് ടൈം കാണിക്കാൻ വേണ്ടി I'm going to have app text here, app text. Then ഡാറ്റ എന്ന് പറയുന്നത് let me take date format. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കോൾ ചെയ്യാം, date time dot now എന്ന് കോൾ ചെയ്യും. ഇപ്പോൾ കറണ്ട് എന്താണോ ഇപ്പോഴത്തെ കറണ്ട് ഡേറ്റ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു സ്ട്രിങ്. ഓക്കെ, ദെൻ സേവ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ആക്ച്വലി ഇറ്റ് ഈസ് ഇൻ ബ്ലാക്ക് കളർ, സോ കളർ വൈറ്റ്. Now you have the date and time. അതാ 130 വിഡ്ത്തിൽ കൊള്ളാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇത് ഇങ്ങനെ വന്നത്. അതായത് നമ്മൾ ഈ കണ്ടെയ്നറിന് എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട് 130 എന്നുള്ള. ആൻഡ് ഇഫ് യു റിമൂവ് ദിസ് ആൻഡ് സേവ് ഇറ്റ്, നൗ യു ക്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതോടെ ഫിറ്റ് ചെയ്യിക്കാം. ആക്ച്വലി എനിക്ക് വേണ്ടത് ഇങ്ങനെയല്ല വേണ്ടത്. ഐ ജസ്റ്റ് നീഡ് എ ടൈം പാർട്ട്. ഇവിടെ എന്ത് ചെയ്താൽ മതി, ഡേറ്റ് വേണ്ട, എനിക്ക് ആ ഒരു ടൈം പാർട്ട് മാത്രം അവിടെ കാണിച്ചാൽ മതി. അപ്പോൾ നമുക്കതിൽ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡേറ്റ് ഫോർമാറ്റ് ഉപയോഗിക്കാം. പബ് സ്പെക്കിൽ വന്നിട്ട് ആഡ് എ പാക്കേജ് കോൾ, ഇവിടെ ഡിപ്പെൻഡൻസിയുടെ അണ്ടറിൽ കം ടു
പബ് സ്പെക് ഡിപ്പെൻഡൻസിയുടെ അണ്ടറിൽ നമ്മൾ ഫസ്റ്റ് പാക്കേജ് ആഡ് ചെയ്യാൻ പോകണം. ഡിപ്പെൻഡൻസിയുടെ അണ്ടറിൽ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് എ പാക്കേജ്. ദാറ്റ് പാക്കേജ് നെയിം ഈസ് ഇന്റൽ എന്നാണ് ആ പാക്കേജിന്റെ പേര്, INTL. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി പാക്കേജ് ആഡ് ചെയ്യാൻ അറിയുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്ന് ടൈപ്പ് ചെയ്യാം ഇതിന്റെ താഴെ. അല്ല, ഞാൻ എൻ്റെ പബ് സ്പെക് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കാര്യം ഉണ്ടാക്കി നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ആ കമന്റ്സ് ഒക്കെ ക്ലിയർ ചെയ്തതാണ്. ദെൻ ടേക്ക് ദ ടെർമിനൽ എടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, യു ക്യാൻ ആഡ് ബൈ യൂസിങ് ഫ്ലട്ടർ പബ് ആഡ് INTL. പ്രസ് എൻ്റർ ആൻഡ് ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് വരും, ആ പാക്കേജ് ആഡ് ചെയ്യും. ആൻഡ് യു നീഡ് ഇന്റർനെറ്റ്. ഐ തിങ്ക് മൈ ഇന്റർനെറ്റ് ഈസ് ഇന്ററപ്റ്റഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പാക്കേജ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഫോർമാറ്റ്. ഞാനിവിടെ മാനുവലി ടൈപ്പ് ചെയ്യാം, എൻ്റെ നെറ്റിന് എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ട്. INTL എന്നാണ് ആ പാക്കേജിൻ്റെ പേര്, ഇന്റൽ. ആൻഡ് ഇഫ് യു നോ ദ വേർഷൻ നമ്പർ യു ക്യാൻ ടേക്ക് ദ വേർഷൻ നമ്പർ. ഈ രീതിയിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ അടക്കമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ ആഡ് ആയി വരുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദിസ് ഗോ ആൻഡ് പബ്ലിക്കേറ്റ് ഇറ്റ്. Okay, I have an error. I think I don't have internet right now. Okay, anyway, സോ ഇങ്ങനെ നമ്മൾ പാക്കേജ് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ അതിനെ ഫോർമാറ്റ് ചെയ്തെടുക്കാം. റൈറ്റ് നൗ ഇതിവിടെ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ വൺസ് ഇന്റർനെറ്റ് ഒന്ന് അപ്പ് ആയി കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ സേവ് ചെയ്ത് നമ്മൾ സെക്കൻഡ് പാർട്ട് എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി ചെയ്തു. ഇതാണ് എന്ത് നമ്മളെ സെക്കൻഡ് പാർട്ട്. ആൻഡ് ഇഫ് യു വാണ്ട് എ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദിസ് തിങ്, നിങ്ങൾക്ക് ആ സ്പേസ് അവിടെ കൊണ്ടുവരാം. ആൻഡ് ഇഫ് യു ക്യാൻ ആഡ് ദ അലൈൻമെന്റ്, ഡിഫറെന്റ് അലൈൻമെന്റ് ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ അലൈൻ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. ദെൻ ആക്ച്വലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് മെയിൻ ആക്സിസ് അലൈൻമെന്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഫോർ എ സേഫ്റ്റി യു ക്യാൻ ഹാവ് മെയിൻ ആക്സിസ് അലൈൻമെന്റ് സെന്റർ. ഓക്കെ, ആൻഡ് സേവ് ഇറ്റ്. നൗ ഇറ്റ് ഈസ് ഇൻ സെന്റർ. ആ കോളത്തിന്റെ ഹൈറ്റിൽ അത് സെന്ററിലായി വന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിന് തൊട്ട് താഴെയുള്ള ഈ ഒരു പോർഷനാണ്. അതായത് നമ്മൾ ടെമ്പറേച്ചർ മാക്സും ടെമ്പറേച്ചർ മിനിമം ദെൻ സൺറൈസും സൺസെറ്റും ഒക്കെ കാണിക്കുന്ന ഈ ഒരു കാർഡാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതൊരു റോ, ഇത് വേറെ റോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിവൈഡർ കൊടുത്തിട്ടുണ്ട്. ദിസ് എ ഡിവൈഡർ വിഡ്ജറ്റ്. നിങ്ങൾക്ക് ഒരു ഡിവൈഡർ വിഡ്ജറ്റ് എഴുതാം. സോ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ കണ്ടെയ്നർ ഹിയർ ബിക്കോസ് എവറിത്തിങ് ഈസ് ഇൻസൈഡ് എ കണ്ടെയ്നർ. Okay, then container give a height. Let me give a height of which I think 180 is enough. 180. Then the child should be a column. Okay, because മുകളിൽ റോ താഴെ റോ വന്നിട്ടുണ്ട്, കോളം. ദെൻ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ചിൽഡ്രൻ ഒരു റോ ആണ്. ദെൻ അതിൻ്റെ താഴെ വേറൊരു ചിൽഡ്രൻ ഉണ്ട്. ദെൻ അതിനകത്ത്, അതായത് ഇപ്പോൾ ഫസ്റ്റ് ചിൽഡ്രൻ റോ, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഫസ്റ്റ് ചിൽഡ്രൻ ഒരു റോ, അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ കാണാൻ കഴിയും, ആ റോയിൽ ഒരു കോളം, ദെൻ ഒരു ഐറ്റം, ദെൻ ഒരു കോളം, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ലെറ്റ് മീ ഹാവ് എ കോളം. ഫസ്റ്റ് നമുക്കൊരു ഇമേജ് കൊടുക്കാം. ഐ ഹാവ് ഓൾറെഡി ഞാൻ ആ ഇമേജ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, image.asset. ഓക്കെ, നമ്മളുടെ ഇമേജിന്റെ പാത്ത് ഞാനത് ആ ഇമേജ് പാത്തിൽ ആഡ് ചെയ്തിട്ടില്ല, ഞാനിവിടെ ഡയറക്റ്റ് ആഡ് ചെയ്യണം. assets/img I think that image name is this thing, temperature high. So write it like that, temperature -high .png. Okay, and save it. Now you have an image here. Okay, ഇനി ഇത് നമുക്ക് അലൈൻ ചെയ്യണം. നമുക്ക് അലൈൻ ചെയ്യേണ്ടത് എങ്ങോട്ടായിരിക്കും, നമ്മളുടെ ഇതിൻ്റെ താഴെയായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുക, ഈ കണ്ടെയ്നറിന് റാപ്പ് വിത്ത് വിഡ്ജറ്റ് കോൾഡ് അലൈൻ. ഓക്കെ, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, ആൻഡ് റാപ്പ് ഇറ്റ് വിത്ത് അലൈൻ, ദെൻ LIGN അലൈൻ. ഓക്കെ, ഐ ജസ്റ്റ് മിസ്ഡ് ബ്രാക്കറ്റ്. ദെൻ ഇതിലെന്തുണ്ടായിരിക്കും, അലൈൻമെൻറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് കോൾ ദ അലൈൻമെൻറ്റ് ക്ലാസ് ആൻഡ് പാസ് യുവർ x and y value. I want x to be 0 and 0.0, then y to be താഴോട്ടാണ് വരേണ്ടത്. മുകളിലൂടെ നമ്മൾ നെഗറ്റീവ് വാല്യൂ എടുക്കുന്നു. ഐ ജസ്റ്റ് നീഡ് 0.7. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഈസ് എനഫ്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ ഗിവ് ഇറ്റ് 0.75. ഒരു ചെറിയ ഒരണക്കം കൂടി താഴത്തേക്ക് ആക്കി. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ഇമേജ് ടു ബി ദാറ്റ് മച്ച് ബിഗർ. സോ യു ഹാവ് എ പ്രോപ്പർട്ടി കോൾഡ് ഹൈറ്റ്. ഓക്കെ, യു ക്യാൻ ഗിവ് എ ഹൈറ്റ് ഫോർ ദാറ്റ് ഇമേജ്. നിങ്ങൾക്ക് അതിനൊരു പെർട്ടിക്കുലർ ഹൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഐ ജസ്റ്റ് നീഡ് എ സ്മോളർ ഇമേജ്. ഐ തിങ്ക് 40 is enough. So 40, 45. Okay,
സോ യു ക്യാൻ ഗീവ് എ 55. ഓക്കെ, ഒന്നുകൂടി ബിഗർ ആണെങ്കിൽ. ഓക്കെ, ഇനി ഇതിൽ അടുത്തതൊരു കോളമാണ്. ഓക്കെ, ആ കോളം നെക്സ്റ്റ് ഒരു കോളം, ദെൻ ചിൽഡ്രൻ. ഈ കോളത്തിൽ എനിക്ക് എന്തുണ്ടാക്കി മുകളിൽ കോമ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒരു എറർ വന്നത്. ഓക്കെ, കോളം, ദെൻ ഇതിനകത്ത് എന്തുണ്ട്, ആപ്പ് ടെക്സ്റ്റ്, കോൾ ഒരു ആപ്പ് ടെക്സ്റ്റ്. ഓക്കെ, ഐ നീഡ് എ ടെക്സ്റ്റ് ഹിയർ. ആ ടെക്സ്റ്റ് എന്തായിരിക്കും, മാക്സ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ മാക്സ് ആണ് നമ്മൾ കൊടുത്തത്. എന്താണെന്ന് നോക്കാം. നമ്മൾ കൊടുത്തത് ടെമ്പ് മാക്സ് എന്നാണ്. സോ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാം, ടെമ്പ് മാക്സ്. Okay, you can give a color white. Okay, and have a font size. It's a smaller thing, size to be a 14, and save it. Now you have 10 max, and if you want a font weight, you can provide that font weight and W600. Save it. Now you have a bigger thing. ഓക്കെ, ഇനി ഇതേപോലെ ഇതിൻ്റെ താഴെ നമ്മൾ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ടെമ്പറേച്ചർ ഇവിടെ കാണിക്കണം. ഓക്കെ, ആൻഡ് ദിസ് ഷുഡ് ബി ദ ടെമ്പറേച്ചർ, പുട്ട് എ കോമ ഹിയർ. ദെൻ ഇവിടെ ഒരു ടെമ്പറേച്ചർ കാണിക്കണം, ദാറ്റ് ഷുഡ് ബി 21 സെൽഷ്യസ് എന്ന് കാണിക്കണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ഐറ്റം ഇതിനകത്തുള്ളത്. ഇവിടെ ഇതേപോലത്തെ ഒന്നുകൂടി ഇപ്പുറത്ത് വരും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഇത് വന്നു. ആൻഡ് പുട്ട് ദാറ്റ് അലൈൻമെൻറ്റ്, ഇതൊരു കോളത്തിലായതുകൊണ്ട് മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ്, ദാറ്റ് ഷുഡ് ബി you can provide center, then the cross axis alignment to be start, and save it. Okay, now അത് അലൈൻഡ് ആയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് സൈസ്ഡ് ബോക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഐ തിങ്ക് ദർ ഇസ് നോ നീഡ് ഓഫ് ഗ്യാപ്പ് ഹിയർ, ബിക്കോസ് ഓൾറെഡി ഇമേജിൻ്റെ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ദെൻ ഇതാണ് നമ്മളുടെ യുവർ ഫസ്റ്റ് റോ. ദെൻ ദിസ് ഈസ് യുവർ ഫസ്റ്റ് റോ. ദെൻ ആ റോയിൽ ഫസ്റ്റ് ഒരു ഇമേജ് ആയിരുന്നു. ഓക്കെ, ഇതേപോലത്തെ വേണം, ഇതേപോലത്തെ 2 ഐറ്റം ഉള്ളത്. ഇപ്പോൾ ഞാനിത് താഴത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെ ഞാൻ ഇതിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഡി എന്ന് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, അതിൻ്റെ ഒരു ലൈൻ കോപ്പി എടുത്ത് തരും ഇതേപോലെ. ഓക്കെ, കൺട്രോൾ ഡി ആൻഡ് പുട്ട് എ കോമ ഹിയർ. നോ യു ഹാവ്, തൊട്ട് താഴെയാണ് വന്നത്, എനിക്ക് ഇവിടെയാണ് വരേണ്ടത്, റൈറ്റ് സൈഡിൽ. അപ്പോൾ എന്ത് ചെയ്യണം, ഇയാളെ ഞാൻ എന്ത് ചെയ്തു, റാപ്പ് വിത്ത് റോ എന്നടിച്ചു. ഓക്കെ, നൗ ആ റോയിൽ നേരത്തെ നമ്മൾ കണ്ട റോയിൽ ഫസ്റ്റ് ചൈൽഡാണ് റാപ്പ് വിത്ത് റോ. ഐ തിങ്ക് 2 ഓക്കെ, റാപ്പ് വിത്ത് റോ. ഓക്കെ, ദെൻ ഇത് ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്തു, റെപ്ലിക്കേറ്റ് ചെയ്തു, കൺട്രോൾ ഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ റോയിൽ എന്ത് വന്നു, 2 ഐറ്റം വന്നു. സേവ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇയാൾ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ യു ക്യാൻ ഹാവ് എ സൈസ്ഡ് ബോക്സ് ഇൻ ബിറ്റ്വീൻ. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് വേണം, യു നീഡ് എ സൈസ്ഡ് ബോക്സ്, ആഡ് എ സൈസ്ഡ് ബോക്സ് ഓഫ് വിഡ്ത്ത്. ലെറ്റ് മി ഗിവ് എ 20 വിഡ്ത്ത് ആൻഡ് സേവ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ആൻഡ് മേക്ക് ഇറ്റ് സെൻറ്റർ. ഇവിടെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാണ്, മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് സെൻറ്റർ. അപ്പോൾ എല്ലാവരും കൂടി എന്ത് ചെയ്യും, സെൻറ്ററിൽ വരും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് യുവർ ഫസ്റ്റ് റോ. And after this you need a line. Take a look at our image. You need a line here. So go to I have a divider. I think I already created a class, a custom divider എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഡിവൈഡർ ക്ലാസ്സിനെ കോൾ ചെയ്ത് ഈ പാരാമീറ്റർ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഡിവൈഡർ ക്ലാസ് കോൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ കോൾ മൈ കസ്റ്റം ഡിവൈഡർ ക്ലാസ്. ഇതിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, യു ക്യാൻ പാസ് പാരാമീറ്റേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് കൊടുക്കാം. ലൈക്ക് ഐ വാണ്ട് ദ സ്റ്റാർട്ട് ഇൻഡെറ്റ്. സ്റ്റാർട്ട് ഇൻഡെറ്റ് എന്ന് വെച്ചാൽ ഈ ഡിവൈഡർ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ആയിരിക്കും പോകുക. നമ്മൾ ഹൊറിസോണ്ടൽ റൂളറൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. HR എന്നുള്ള ടാഗ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് HTML ഒക്കെ ചെയ്യുമ്പോൾ. അതേപോലത്തെ ഒരു സാധനമാണ് ഡിവൈഡർ എന്ന് പറയുന്നത്. ഓക്കെ, യു ക്യാൻ ഈവൻ ബിൽഡ് എ കസ്റ്റം, ഒരു കണ്ടെയ്നർ എഴുതി ഹൈറ്റ് ചെറുതാക്കി കൊടുത്ത് വിഡ്ത്ത് ഫുള്ള് കൊടുത്ത് നിങ്ങൾക്ക് ഡിവൈഡർ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഓൾറെഡി ഒരു വിഡ്ജറ്റ് ഉണ്ട് ഇതിനകത്ത്, ഡിവൈഡർ എന്നുള്ളത്. അതിനെ യൂസ് ചെയ്ത് ഞാൻ എഴുതിയ കസ്റ്റം ക്ലാസ് ആണ് ഈ കസ്റ്റം ഡിവൈഡർ എന്നുള്ളത്. ഓക്കെ, സോ യു ക്യാൻ ഹാവ് എ 20 ഇൻഡൻ, സ്റ്റാർട്ട് ഇൻഡൻ, അതായത് സ്റ്റാർട്ടിൽ നിന്നും എത്ര നീങ്ങിയാണ് വരേണ്ടത്. ഇറ്റ്സ് ആക്ച്വലി പാഡിങ് 20 ആണ് കൊടുക്കേണ്ടത്. ദെൻ എൻഡ് ഇൻഡൻ, എൻഡിൽ നിന്ന് എത്ര ഇങ്ങോട്ട് അകത്തേക്ക് എവിടം വരെ പോകണം എന്നുള്ളത്. ആൻഡ് ഐ നീഡ് 20. Then what is the color? I need white. Okay, then what is the thickness of that thing? Thickness is 2 and save it. Now you have a line. Okay, ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നത് ഈ റോയിലെ രണ്ടാമത്തെ ചൈൽഡിൽ എന്ത് ചെയ്യണം, ദിസ് ഷുഡ് ബി ടെമ്പറേച്ചർ മിൻ. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് ആൻ ഇമേജ് ഫോർ ദാറ്റ് ടെമ്പറേച്ചർ മിൻ.
ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ഹൈ എന്ന് കൊടുത്തതിന് പകരം ഇവിടെ എന്ത് ചെയ്യണം, ഐ തിങ്ക് ഇവിടെ കണ്ടോ ടെമ്പറേച്ചർ ലോ എന്നൊരു ഇമേജ് ഉണ്ട്. സോ യു ക്യാൻ ഹാവ് ദാറ്റ് ലോ ഇമേജ്. ഓക്കെ, ഇനി വാല്യൂ ഒന്നും മാറ്റുന്നില്ല ബിക്കോസ് ഈ വാല്യൂ ഡൈനാമിക് ആയിട്ട് വരേണ്ടതാണ്, നമ്മളിവിടെ ഹാർഡ് കോഡ് ചെയ്ത് വെക്കുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ഇതേപോലത്തെ ഒരു റോ ഇതിന്റെ തൊട്ട് താഴെ വരണം, സൺസെറ്റും സൺറൈസും കാണിക്കാൻ വേണ്ടി. അതും ഇതേപോലെ തന്നെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആ മേലത്തെ റോഡ് റെപ്ലിക്ക താഴെ കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഇമേജ് മാറ്റുക. ഐ തിങ്ക് ഐ നീഡ് ദറ്റ് ഇമേജ്. ഐ തിങ്ക് ദിസ് ഇസ് ഇമേജ് സൺ. ഓക്കെ, സോ ആൻഡ് ദിസ് ഇസ് അതർ ഇമേജ് മൂൺ. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, മേക്ക് ഇറ്റ് സൺ. ഓക്കെ, നോ ഇത് രണ്ടാമത്തെ അല്ലേ, അപ്പോൾ മേക്ക് ഇറ്റ് മൂൺ. ദെൻ ആ കോളത്തിൽ ദിസ് ഇസ് സൺസെറ്റ്. സൺസെറ്റ് എന്നാക്കി, അപ്പോൾ അവിടെ സൺസെറ്റ് എന്ന് പറഞ്ഞു. ദെൻ ഈ ഇമേജ് ഇതിന് മുകളിലുള്ള റോയിലെ ഇമേജ് എന്താവണം, ദാറ്റ് ഷുഡ് ബി സൺ. സൺ. ഓക്കെ, ദെൻ ഇത് സൺറൈസ്. സൺറൈസ്. ഓക്കെ, എസ് ഷുഡ് ബി ക്യാപിറ്റൽ. ഐ തിങ്ക് ദാറ്റ് ഈസ് ബെറ്റർ. ഓക്കെ, സേവ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമേജ് ഇത് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ ആ ഇമേജ് നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ പാരന്റ് കണ്ടെയ്നറിൽ പോയിട്ട് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഡെക്കറേഷൻ, യു ക്യാൻ ഹാവ് എ ബോക്സ് ഡെക്കറേഷൻ. വാട്ട് ഇസ് കളർ? ഐ നീഡ് കളേഴ്സ് ഡോട്ട് ബ്ലാക്ക്. ലെറ്റ് മീ ഹാവ് എ ബ്ലാക്ക് കളർ വിത്ത്, യു ക്യാൻ ഹാവ് വിത്ത് ഒപ്പാസിറ്റി. Okay, then 0.4 is enough. Now save it. Now ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് അവിടെ വന്നു. And if you want, you can have that, you can have a border radius, dot circular of which 20. So ഇപ്പോൾ നോക്ക്, ഇത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഞാൻ ഈ കണ്ടെയ്നറിൻ്റെ കളർ ഒന്ന് എന്ത് ചെയ്യാം, റെഡ് ആക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. ഇവിടെ കണ്ടോ, ഇത് ഇവിടെ മുട്ടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ റീസൺ? ഇതായിരിക്കും, മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് കൊടുത്തിട്ടില്ല. മേക്ക് ഇറ്റ് സെൻറ്റർ. അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യും, അതിൻ്റെ സെൻറ്ററിലേക്ക് വരും. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഒരു കളർ അവിടെ മാച്ചിങ് ആണ്. ഓക്കെ, എനിവേ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് കളർ. ഞാൻ എന്ത് ചെയ്യാണ്, ബ്ലാക്ക് എന്ന് എഴുതി, ദെൻ സേവ് ചെയ്തു. ഓക്കെ, സോ അവർ യു ഐ ഇസ് കംപ്ലീറ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മളുടെ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് യു ഐ. ഓക്കെ, ആൻഡ് ലെറ്റ് മീ ഹാവ് ദാറ്റ് ഇമേജ്. നമ്മൾ ഓൾറെഡി ആ ഇമേജിൽ കാണിച്ച ബാക്ക്ഗ്രൗണ്ട് തന്നെ എന്ത് ചെയ്യാം, ദാറ്റ് ഇസ് 0 ആൻഡ് സേവ് ഇറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി ട്രൈ ടു ബിൽഡ് ഇറ്റ് ആൻഡ് ദിസ് ഇസ് വാട്ട് വി അച്ചീവ്ഡ്. ഇതാണ് നമ്മൾ ട്രൈ ചെയ്തത് ആൻഡ് ദിസ് ഇസ് വാട്ട് വി അച്ചീവ്ഡ്. ഓക്കെ, ഐ തിങ്ക് ദ ഐഡിയ ഇസ് ക്ലിയർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി ഇവിടെ നമുക്ക് ബാക്കിയുള്ളത്, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് വരണം, യു നീഡ് ടു ഷോ എ ടെക്സ്റ്റ് ഫീൽഡ്. ഇവിടെ ഒരു ടെക്സ്റ്റ് ഫോം ഫീൽഡ് വരണം. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ടൈപ്പ് ദ സിറ്റി നെയിം. ഓക്കെ, നമുക്ക് അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആക്ച്വലി അത് വരേണ്ടത് എവിടെയായിരിക്കും, ഈ ഇവിടെ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് സ്റ്റാക്കിലായതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഴുതാം അത്. അതായത് ഒരു ഫുൾ ഹൈറ്റുള്ള വിഡ്ജറ്റ് ആണെങ്കിൽ ഇതിൽ പുറത്ത് വന്ന് അതിൻ്റെ അടിയിലൊന്നും കാണില്ല. പക്ഷെ ഞാൻ ഇവിടെ എഴുതുകയാണിത്. ഇവിടെ ഐ വാണ്ട് എ കണ്ടെയ്നർ ഹിയർ. കണ്ടെയ്നർ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 30 ഹൈറ്റ് കൊടുത്തു. ദെൻ ലെറ്റ് മീ ഹാവ് എ കളർ. കളർ ഈസ് റെഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ദിസ് ഈസ് ദാറ്റ് കണ്ടെയ്നർ ആൻഡ് ഇൻക്രീസ് ദ ഹൈറ്റ്. ഐ വാണ്ട് ഇറ്റ് ടു ബി എ 45 ആൻഡ് സേവ് ഇറ്റ്. ഓക്കെ, ദെൻ എനിക്ക് എവിടെ വരണം, ഈ ഒരു ഇമേജിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് അത് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഇതിനെ പിടിച്ചിട്ട് അലൈൻ ചെയ്യുക. I can have that align widget, alignment, and you can call alignment class, and or let me try the position widget. Okay, നമ്മളിപ്പോൾ എപ്പോഴും അലൈൻ ആണല്ലോ പറഞ്ഞത്. And let me try that positioned widget, positioned. And position widget നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പ് എത്ര, ടോപ്പ് നിന്ന് I want it to be 100. So I can see this, ടോപ്പ് നിന്ന് 20, bottom no, left 20, right 20. Okay, now it is there. I want
top to be S60. ഓക്കെ, നൗ ഇതാണ് നമ്മുടെ ഡിസൈർഡ് ലൊക്കേഷൻ. ഇതിൻ്റെ ഉള്ളിലാണ് എനിക്ക് എന്ത് വരേണ്ടത്? ഇതിൻ്റെ ചൈൽഡായിട്ടാണ് എനിക്ക് വരേണ്ടത്. ഐ നീഡ് എ ടെക്സ്റ്റ് ഫീൽഡ്. ഐ ജസ്റ്റ് നീഡ്, ഇഫ് യു വാണ്ട് വാലിഡേഷൻ യു ക്യാൻ ഗീവ് ടെക്സ്റ്റ് ഫോം ഫീൽഡ്. അതല്ല, സിംപിളി നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫീൽഡ് മതിയെങ്കിൽ അത് ആഡ് ചെയ്യാം, സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് വരണം? ഇവിടെ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബോക്സ് വന്നു. യു ക്യാൻ ടൈപ്പ് ദിസ് തിങ് ആൻഡ് ഈവൻ കീബോർഡ് അവിടെ വന്നു. ആൻഡ് ഇത് ടൈപ്പ് ചെയ്തപ്പോൾ കണ്ടോ, ഇതിനകത്ത് നമ്മൾ UI ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരുമ്പോൾ ഇമേജ് അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് വിൽ ഫിക്സ് ദാറ്റ് ലേറ്റർ. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ഫോം ഫീൽഡ്. ഐ ഡോണ്ട് വാണ്ട് ദിസ് റെഡ് ഹിയർ. റെഡ് ഞാൻ ഒഴിവാക്കി ആൻഡ് സേവ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ വരുള്ളൂ. ഓക്കെ, ലെറ്റ് മീ ഡ്രോപ്പ് ദിസ്. ആൻഡ് ഇവിടുന്ന് 60 എന്നുള്ളത് ലെറ്റ് മീ മേക്ക് ഇറ്റ് 50 ആക്കി ആൻഡ് സേവ് ദിസ്. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക്. ആൻഡ് ഇതിൻ്റെ കളർ ഡെക്കറേഷൻ എന്ന് പറയുന്നത്, ഇത് ഇൻപുട്ട് ആയതുകൊണ്ട് ഇൻപുട്ട് ഡെക്കറേഷൻ, കണ്ടെയ്നർ ബോക്സ് ആയതുകൊണ്ട് ബോക്സ് ഡെക്കറേഷൻ. ആൻഡ് ഐ വാണ്ട് ദ ബോർഡർ, ആൻഡ് border is coming from, I think, border side. You can have a color white. Border side property idanelle colors dot white. Okay, let me have something. Enable border. Outline, underline border ആണ് എനിക്ക് വേണ്ടത്. underline input border. ഓക്കെ, ഇതിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോർഡർ സൈഡ് കൊടുക്കുന്നത്. ബോർഡർ സൈഡ് കളർ ഇസ് വൈറ്റ്. അതായത് ഇത് എനേബിൾ ചെയ്തിരിക്കുമ്പോൾ എന്ത് വേണം? വൈറ്റ് കളറിൽ വരണം. ഓക്കെ, ദെൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ അത് ബ്ലാക്ക്, ആ പേർപ്പിൾ കളറിലേക്ക് പോകും. ഐ വാണ്ട് ഇറ്റ് ടു ബി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫോക്കസ് ബോർഡർ, 2 സ്റ്റേറ്റ്, 3 സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന് എനേബിൾ സ്റ്റേറ്റ്, ഫോക്കസ് സ്റ്റേറ്റ്, എറർ സ്റ്റേറ്റ്, അങ്ങനെ കുറേ സ്റ്റേറ്റ് ഉണ്ട്. ഐ വാണ്ട് ദിസ് ടു ബി കോമിറ്റിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ഫോക്കസ് സ്റ്റേറ്റിനെ കോൾ ചെയ്യുക, ഫോക്കസ്ഡ് ബോർഡർ. ആൻഡ് എക്സാക്ട്ലി സെയിം ഈ സാധനം ഞാൻ കോപ്പി ചെയ്യണം. ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ എറർ? ഐ തിങ്ക് ഒരു ബ്രാക്കറ്റ് എക്സ്ട്രാ ഉണ്ടോ? ഓക്കെ, സോ കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം കൂടി കോപ്പി ചെയ്യരുത്. ഇത്രയും മതി നമുക്ക്. എനേബിൾഡ് ബോർഡർ ഇത്. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഇത് പേസ്റ്റ് ചെയ്യുക ആൻഡ് മേക്ക് ദിസ് ഫോക്കസ്ഡ്. ഒരേ പ്രോപ്പർട്ടി 2 പ്രാവശ്യം എഴുതാൻ കഴിയില്ല. ഫോക്കസ്ഡ് നോക്ക്, ഫോക്കസ് ബോർഡർ. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താലും എന്തായിരിക്കും? അതിൽ ക്ലിക്ക് ചെയ്താലും ഇതേപോലെ ഇരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ സാധനം അപ്പിയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യും? അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാനിവിടെ ഇതൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആണ്. ഞാൻ ഇതിനൊന്ന് തൽക്കാലത്തേക്ക് ഞാനൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആക്കി മാറ്റുന്നുണ്ട്. കൺവേർട്ട് ടു സ്റ്റേറ്റ്ഫുൾ. ഐ എം ഗോയിങ് ടു ഡിക്ലെയർ എ വേരിയബിൾ ഹിയർ. ഇവിടെ ഞാനൊരു വേരിയബിൾ ഉണ്ടാക്കി. See, it's a bool variable, bool underscore clicked. You can give any variable. Okay, and make it false. Okay, then എനിക്ക് എന്ത് ചെയ്യണം? ഈ ബട്ടൺ, ഐക്കൺ ബട്ടൺ ആണത്. ആൻഡ് ഫൈൻഡ് ദറ്റ് ഐക്കൺ ബട്ടൺ. അത് എവിടെയാണെന്ന് കണ്ടെത്തണം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഐക്കൺ ബട്ടൺ. ഐക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡറാണ് ഉപയോഗിക്കുന്നത്. സെറ്റ് സ്റ്റേറ്റ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സെറ്റ് സ്റ്റേറ്റ് ചെയ്യാണ്. ഇത് സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ നമ്മൾ ഈ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊവൈഡറിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്. അതായത് മൾട്ടിപ്പിൾ പേജസ് ഈ സ്റ്റേറ്റ് അപ്ഡേറ്റ് ആവുന്നൊന്നുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളപ്പോൾ മാറ്റാം. ഓക്കെ, തൽക്കാലം ഞാൻ എന്ത് ചെയ്യാണ്? ആൻഡ് ദിസ് ഈസ് ക്ലിക്ഡ് എന്നുള്ള വേരിയബിളിനെ കോൾ ചെയ്യുക. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് അണ്ടർസ്കോർ ക്ലിക്ഡ് ഈക്വൽ ടു മേക്ക് ഇറ്റ് ട്രൂ. ഓക്കെ, ആൻഡ് സേവ് ഇറ്റ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും? ക്ലിക്ഡ് ട്രൂ ആയി മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഈ ഫോം കാണിക്കുന്നത്, നമ്മളിവിടെ ഒരു ഫോം എഴുതിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലുണ്ടായിരിക്കും ഇവിടെ നമ്മളുടെ ഇൻപുട്ട് ഡെക്കറേഷൻ. ഈ പൊസിഷനിൽ കാണിക്കുന്നത്
ഇപ്പോൾ കാണിച്ചാൽ മതി. ക്ലിക്ഡ് എന്ന് പറയുന്നത് ക്ലിക്ഡ് ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ ഷോ ദിസ് ഈ പൊസിഷനിൽ കാണിക്കണം. അതർവൈസ് ജസ്റ്റ് ഹാവ് എ സൈസ്ഡ് ബോക്സ് ഡോട്ട് shrink ആൻഡ് സേവ് ഇറ്റ്. ഇനീഷ്യലി ഇതിനകത്ത് എന്തായിരിക്കും ഉള്ളത്? ഇനീഷ്യലി നമ്മൾ സെറ്റ് ചെയ്തത് ഫാൾസ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ക്ലിക്ഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നത് നോട്ട് ക്ലിക്ഡ് എന്ന് എഴുതി നോക്കാം. ക്ലിക്ഡ് സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയാണ്ടോ? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ അത് വരും, അപ്പിയർ ചെയ്യും. ഓക്കെ, സോ നൗ ഇറ്റ് ഈസ് അപ്പിയർഡ്. ക്ലിക്ക് ഹിയർ. ഇത് ജസ്റ്റ് ഇപ്പോൾ എന്താണോ സ്റ്റേറ്റ് അതിന് നേരെ നെഗേറ്റീവ്. ഇത് നോട്ട് ഓപ്പറേറ്റർ ആണ്, നെഗേറ്റീവ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കറണ്ട്ലി എന്താണ്? കറണ്ട്ലി ഇത് ഫാൾസ് ആണ്, അതുകൊണ്ട് അത് കാണാതെ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആയി. ഇപ്പോൾ ഇത് ട്രൂ ആണ്, ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും? അത് ഫാൾസ് ആവും. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ ഐ ഡോണ്ട് വാണ്ട് ടു ഷോ ഓൾ ദീസ് തിങ്സ്. ഇതെനിക്ക് എന്ത് ചെയ്യണ്ട, ഇത് കാണിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും വേണമെങ്കിൽ എഴുതാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി എന്ത് ചെയ്യും? മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ ഇത് സ്റ്റാക്ക് ആയതുകൊണ്ട് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഇഷ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? വി ജസ്റ്റ് കംപ്ലീറ്റഡ് ദ UI. ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് അണ്ടർസ്റ്റാൻഡബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. സോ വാച്ച് ദ വീഡിയോ കണ്ടിട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. ഓക്കെ, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊരു മോഡറേഷനും കമൻറ്റ്സിൽ വെച്ചിട്ടില്ല. നിങ്ങൾക്ക് മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളിതിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ഫെച്ച് ദ ആക്ച്വൽ ലൊക്കേഷൻ. ഈ യൂസറുടെ കറണ്ട് ലൊക്കേഷൻ എടുത്തിട്ട് നമ്മൾ ഈ ലൊക്കേഷനിൽ എന്ത് ചെയ്യും? ഇവിടെ കാണിക്കും. ആൻഡ് ദാറ്റ് ഷുഡ് ബി യൂസിങ് പ്രൊവൈഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് ദാറ്റ് വീഡിയോ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ന്യൂ യൂസേഴ്സ്, വാച്ച് ചെയ്യുന്ന യൂസേഴ്സ് കുറേ പേരുണ്ട്, പക്ഷെ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും കമൻറ്റ് ചെയ്താലൊക്കെ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ചെയ്യുന്ന ആൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.